എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതമുണ്ട്. ഇന്ന് ഞാനൊരു ഹെയർ ഡൈ എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു ഹെയർ ഡൈ ആയിട്ടാണ് വന്നേക്കണത് കേട്ടോ. ഇത് ഉണ്ടാക്കിയ ഉടനെ കാണിച്ചു തന്നെയാണ്. ഇതൊരു അരമണിക്കൂർ 1 മണിക്കൂർ വയ്ക്കുമ്പോഴത്തേനും നല്ല കരിക്കട്ട കളറായിട്ടിരിക്കും. മുടിയിൽ മുടി നല്ല സമർത്ഥമായിട്ട് വളരുകയും ചെയ്യും, നല്ല കട്ട കറുപ്പാവുകയും ചെയ്യും. എളുപ്പത്തിന് ഉണ്ടാക്കാം. ഇതിപ്പോൾ വീഡിയോ കാണിക്കാൻ അത്ര സമയം പോലും വേണ്ടത് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് നമുക്ക് ഇതിനകത്ത് ഒഴിക്കുന്ന വെള്ളം തിളപ്പിക്കുന്ന സമയം മാത്രം മതി. കണ്ടോ നല്ല കളറില്ലെന്ന്. തലയിൽ തേച്ച് 1 മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. കണ്ടോ, ഞാൻ ഒന്നും വേറെ ചേർത്തിട്ടില്ല, ഒരു കെമിക്കലും ചേർത്തതല്ല കേട്ടോ. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് തലയിലൊന്ന് തേച്ച് നോക്കൂ. നല്ല പോലെ തലമുടി കറുത്തും വരും, സമർത്ഥമായിട്ട് വളർന്നും വരും മുടി. നല്ല കയ്യുണ്ണിയത്തിൻ്റെ പൊടി ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പാത്രം അടുപ്പത്ത് വെച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രം വയ്ക്കണമെന്നും വെള്ളം ഒഴിക്കണമെന്നും കാണിക്കണ്ടല്ലോ എന്നോർത്താണ് കാണിക്കാത്തത്. അതിലേക്ക് നമുക്ക് തിളച്ചു കോഫി പൗഡറാണ് ചേർക്കണം കേട്ടോ. ഒരു 3 സ്പൂൺ കാപ്പിപ്പൊടി ചേർക്കുക. ആ തിളച്ചതിൻ്റെ നല്ല സത്തൊക്കെ ഇറങ്ങണം. 3 സ്പൂൺ, ഞാൻ 2 സ്പൂൺ ഇട്ടുണ്ടായിരുന്നുള്ളൂ. 3 സ്പൂൺ. കാപ്പി പിന്നെ ഒരുപാട് നേരം തിളയ്ക്കണ്ട. തിളച്ച് കുറച്ചൊന്ന് നല്ല കാപ്പിയുടെ മണം വരുന്നുണ്ട്. നല്ല കുറച്ചൊന്ന് കൂറുകട്ടെ കേട്ടോ. നല്ലപോലെ തിളച്ച് നല്ല കറുത്ത കളറായിട്ടുണ്ടെങ്കിൽ തീ കിടത്തി വെച്ച് ചൂടാറണം. ഇവിടെ വെച്ച് കാണിക്കണം എന്നാന്ന് വെച്ചാൽ മിക്സിയുടെ മുകളിൽ വെക്കണം. എന്തിനാന്ന് വെച്ചാൽ കാണാൻ എളുപ്പത്തിനാണ്. പൊടിക്ക് മാറ്റി ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ചേർക്കാൻ പോണ സാധനം എന്നാന്നോ, കാപ്പിപ്പൊടി നല്ല ചൂടാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ചെറിയ ചൂടുണ്ടെങ്കിൽ നമുക്ക് ഈ പൊടി നമ്മൾ അലിയിപ്പിക്കാൻ എളുപ്പമുണ്ട്. ഇതിനകത്തേക്ക് കാണാമോ, കയ്യുണ്ണിയത്തിൻ്റെ പൊടി. അത് നമുക്ക് കയ്യുണ്ണി മേടിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ആദ്യം ഇതിൻ്റെ പൊടി അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് മേടിക്കണം കേട്ടോ. 2 സ്പൂൺ. അങ്ങാടി മരുന്ന് കടയിലുള്ള കയ്യുണ്ണിയത്തിൻ്റെ പൊടി മേടിക്കണം. അല്ലാത്തത് മേടിക്കുന്നത് ചിലപ്പോൾ വലിയ പള്ളയം പൊടിച്ചതായിരിക്കും. അത് ആദ്യമേ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കൂട്ടം സാധനം കൂടെ ചേർക്കണം. ഇപ്പോൾ ഹെന്നയൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ. മുടിക്കൊക്കെ നല്ല ഗ്രോത്തും കിട്ടും ഈ കയ്യുണ്ണി ആയതുകൊണ്ട്. അതിനകത്തേക്ക് 2 സ്പൂൺ നീലയമ്മരി പൊടിയും കൂടെ ചേർക്കണം. അതങ്ങ് മിക്സാക്കുക ആദ്യം. ഇതിലേക്ക് വേണം കാപ്പിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ കറുത്ത കളറല്ലേ. എന്നിട്ട് നല്ലപോലെ മിക്സാക്കണം. കയ്യുണ്ണിയത്തിന് തന്നെ ഈ കയ്യുണ്ണിയത്തിൻ്റെ ഇലയുണ്ടല്ലോ, നമ്മൾ അരച്ചെടുക്കൂലേ, പച്ച പറിച്ച് അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ല കറുത്ത കളറാണ്. വെള്ളം കൂടുതലൊന്നും ആയിട്ടില്ല കേട്ടോ. വെള്ളം ഇച്ചിരി കഴിയുമ്പോഴത്തേനും ഡ്രൈ ആയിക്കോളും. ഇതിനകത്തേക്ക് ഞാനൊരു കൂട്ടം കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെയൊക്കെ ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർക്കണ്ട. എന്തിനാന്ന് വെച്ചാൽ ഉപ്പ് ചേർക്കുവാണെങ്കിൽ നമ്മുടെ മുടിയിൽ പിടിക്കുന്ന കളറ് പോകാതിരിക്കും. മഞ്ഞൾപ്പൊടി ഒത്തിരി ചേർക്കരുത്, കുറച്ച് ചേർക്കാവുള്ളൂ. ഈ നമ്മുടെ തലമുടിക്കുണ്ടാകുന്ന ഫംഗസ് ബാധയൊക്കെ ഇല്ലേ, ചൊറിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്
മഞ്ഞപ്പൊടി, നല്ല മഞ്ഞപ്പൊടി ആയിരിക്കണം, നാച്ചുറൽ. ഞാനിവിടെ പൊടിച്ചതായിരുന്നു 3-4 കൊല്ലം മുമ്പ് കുറേ മഞ്ഞൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി മേടിച്ചായിരുന്നു. അത് നടന്നില്ല. അന്നേരം ആ മഞ്ഞപ്പൊടിയാണ് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഉണ്ട്, തീർന്നിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്. നല്ല പോലെ ഇളക്കി മഞ്ഞപ്പൊടി ഉപ്പും ഇതിനകത്തൊക്കെ ചേർന്ന് ഇളക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തല തേക്കാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാനൊരു സാധനം കെമിക്കൽ ചേർത്തതല്ല. ഇപ്പോഴേ തന്നെ കറുത്ത കളറിലല്ലേ നോക്ക്. ഇത് തല തേച്ചാൽ എണ്ണയൊന്നും വേണ്ട, ഇത് മാത്രം മതി. കയ്യുണ്ണിയും നീലയമരിപ്പൊടിയും ഉണ്ടല്ലോ, തലമുടിക്ക് നല്ല നീളം വയ്ക്കും. ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മുടെ തലമുടിക്ക് ഏറ്റവും നല്ല ഒരു സാധനമാണ്. ഇത് തലമുടിയെ തേച്ച് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ തലയിൽ ഉണങ്ങണ വരെ വേണം തലയിൽ. ചിലവരുടെ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഉണങ്ങുമായിരിക്കും. തലയിൽ ഷാമ്പു തേച്ച തലമുടിയായിരിക്കണം, എണ്ണ പാടില്ല കേട്ടോ. എണ്ണ ഇല്ലാണ്ടിരുന്നാലാണ് വേഗം മുടിയിലേക്ക് ഇങ്ങനെ പിടിക്കുള്ളൂ. എണ്ണ ഉണ്ടെങ്കിൽ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് ഇത് തേച്ച് തലയിൽ ഉണങ്ങി കഴിഞ്ഞിട്ട് മുടിയുടെ അറ്റം വരെ സ്കാലപ്പിലൊക്കെ നല്ലപോലെ തേച്ചിട്ട് മുടിയുടെ അറ്റം വരെ തേച്ചോണം. വെളുപ്പ് കളറുള്ളത് നല്ലപോലെ കറുപ്പായിക്കോളും. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം തേക്കുക. ഇച്ചിരി പാടൊന്നുമില്ലല്ലോ, ഇച്ചിരി പണിയുള്ളൂ, എളുപ്പം തീരുകയും ചെയ്യും. പിന്നെ ഷാമ്പു ഇട്ട് കഴുകി കളയരുത്. എല്ലാ വീഡിയോയിലും ഞാൻ പറയണതാണ്, നമ്മൾ ഡൈ തേച്ച് കഴിഞ്ഞിട്ട് ഷാമ്പു ഇട്ട് കഴുകി കളയുകയും ചെയ്യരുത്. കഴുകിയിട്ടുണ്ടെങ്കിൽ ആ കളർ അതേപോലെ ഊർന്നിറങ്ങിപ്പോവും. അത് കഴിഞ്ഞിട്ട് കളർ പിടിച്ചില്ല എന്ന് പറയരുത്. പിന്നെ ആഴ്ചയിൽ 3 പ്രാവശ്യം തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് തേച്ചാൽ മതി. പിന്നെ തലമുടി വെളുത്ത് തുടങ്ങുമ്പോൾ തേച്ചാൽ മതി കേട്ടോ. മുടിക്ക് നല്ല മുടി കൊഴിച്ചിലൊക്കെ മാറുകയും ചെയ്യും. ഇത് ഡൈ മാത്രമല്ല, മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല പോലെ വളരുകയും ചെയ്യും. മുടി നല്ല കറുത്തും വരും. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനിയും ഞാൻ വീഡിയോ കിട്ടുന്ന ഈ മുടിയുടെ ഹെയർ ഡൈ ചെയ്യുന്ന വീഡിയോകളാണ് കൂടുതൽ ഇട്ടേക്കുന്നത്. അതൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ. അതിൽ കണ്ടിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏത് വീഡിയോ ആണോ അത് മാത്രം നിങ്ങൾ ചെയ്ത് തലയിൽ തേക്കരുത്. ഇപ്പോൾ തന്നെ നല്ല കളറായിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ ഇരിക്കുമ്പോഴത്തേന് നല്ല കറുപ്പ് കളറാവും. ഈ ചീഞ്ചട്ടിക്കകത്ത് ഇട്ടിട്ട് ഒരു ദിവസം ഒന്നും വയ്ക്കണ്ട കേട്ടോ. ഈ കളർ തന്നെ മതി. ഇതിനകത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കലക്കി വെച്ചിരുന്നാൽ മതി. ചീഞ്ചട്ടിയിലിട്ട് വെച്ച് പിറ്റേ ദിവസം തേച്ചാലും നല്ല കറുപ്പ് കളറായിരിക്കും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ തേക്കാവുന്ന, കെമിക്കലില്ലാത്ത പെട്ടെന്ന് തേക്കുന്ന ഒരു ഹെയർ ഡൈ ആണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിച്ച് നോക്കണം കേട്ടോ. താങ്ക് യു.